നമസ്കാരം. ഈ വോട്ടിംഗ് സ്കാമാണ് എന്ന് നമ്മൾ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മുടെ നാട്ടിലിപ്പോൾ നടക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഞാൻ കുറച്ച് ദിവസം ഇതിനെപ്പറ്റി അധികം സംസാരിച്ച് നിന്നില്ല. കാരണം രാഹുൽ ഗാന്ധി പറഞ്ഞ ആരോപണങ്ങൾ തെളിയേണ്ടതുണ്ട്. പക്ഷേ പലയിടത്തു നിന്ന് കിട്ടുന്ന നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങൾ വെച്ച് ഇതൊരു വസ്തുതാപരമായി അന്വേഷിക്കേണ്ട ആരോപണമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ബീഹാറിലാണ് ഇതിന് തുടക്കം വന്നത്. ബീഹാറിൽ വോട്ടർ പട്ടികയിൽ കുറേ പേരെ ഒഴിവാക്കേണ്ടതായി വരുന്നു. നമ്മൾക്ക് കിട്ടുന്നത് ആധാർ കാർഡ്, ID കാർഡ്, അതുപോലെ തന്നെ റേഷൻ കാർഡ്. നമ്മുടെ പൗരത്വം തെളിയിക്കുന്ന ഒരു കാർഡായിട്ടാണ് അത് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞ എന്തുവെന്ന് വെച്ചാൽ ഈ വോട്ടേഴ്സ് ID കാർഡ്, ആധാർ കാർഡ് എന്നിവ ഉപയോഗിച്ച് നമുക്ക് വോട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നാണ്. അപ്പോൾ അതിന് സാധിക്കാത്തത് കൊണ്ട് നമുക്ക് വേറെ രേഖകൾ അവർക്ക് മുന്നിൽ ഹാജരാക്കേണ്ടി വരും. അത് ബർത്ത് സർട്ടിഫിക്കറ്റ്, അതുപോലെ നമ്മളെ മെട്രിക്കുലേഷൻ്റെ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ പാസ്പോർട്ട്, അങ്ങനെയുള്ള ഡോക്യുമെൻ്റാണ് നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. എനിക്ക് ചോദിക്കാനുള്ള സർക്കാരിനുണ്ട്, ഈ ആധാർ കാർഡ് ആധികാരികമായി ഇതിന് സാധിക്കില്ല എന്ന് പറഞ്ഞതിൻ്റെ ഉത്തരവാദിത്തം ഇവിടുത്തെ ജനങ്ങൾക്കാണോ? ഞങ്ങളാണോ ഇതിന് ഒരു കാരണം? അത് നിങ്ങൾ തന്നെയല്ലേ? ആധാർ കാർഡ്, ID കാർഡ് ഉപയോഗിച്ച് വോട്ട് ചെയ്യാനുള്ളൊരു അവകാശമുള്ള ജനതയ്ക്ക് അത് നിഷേധിക്കുന്നത് തികച്ചും ഒരു മോശമായ കാര്യമല്ലേ? എല്ലാ കാര്യവും ജനങ്ങളുടെ മേലിൽ അടിച്ചേൽപ്പിച്ച് ജനങ്ങളിൽ നിന്ന് വോട്ടവകാശം കുറച്ചുള്ള ജനങ്ങളെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ് എനിക്ക് ഈ സംഭവം തോന്നുന്നത്. ബീഹാറിൽ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ധാരാളം പേര് ഒഴിവാക്കപ്പെടുന്നു. അത് കേരളത്തിൽ വരെ വ്യാപിപ്പിക്കും എന്ന് ചില BJP നേതാക്കന്മാർ പറയുന്നതും കേട്ടു. ബീഹാർ പോലുള്ള സ്ഥലത്തിലെ വിദ്യാഭ്യാസത്തിലെ പശ്ചാത്തലം നമുക്ക് എല്ലാവരും അറിയുന്നതാണ്. ഈ പറയുന്ന പല ആളുകൾക്ക് പോലും 10ാം ക്ലാസ്സോ +2 ഡിഗ്രിയോ അതിനുള്ള സർട്ടിഫിക്കറ്റ് ഒന്നും ഉണ്ടാവില്ല. പലരും പലയിടത്തും മാറി താമസിക്കുന്നതാണ്. അപ്പോൾ മാറി താമസിക്കുന്നതുകൊണ്ട് അവിടെ താമസിക്കുന്നില്ല എന്ന് വെച്ചിട്ട് ഈ സർട്ടിഫിക്കറ്റ്, അവർക്ക് താമസിക്കുന്നതിൻ്റെ സർട്ടിഫിക്കറ്റ് തയ്യാറാക്കി കൊടുക്കേണ്ടി വരും. പലരും കേരളത്തിൽ തന്നെ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്, ബീഹാറികൾ. അപ്പം അങ്ങനെയുള്ള സംഭവിച്ച് അവർക്കൊക്കെ വോട്ട് നിഷേധിക്കപ്പെടുകയാണ് ഇങ്ങനെയുള്ള കാരണങ്ങളാൽ ഉണ്ടാവുന്നത്. അപ്പോൾ അവർക്ക് തെളിയിക്കുന്നതിനായി ഈ റെസിഡൻസ് സർട്ടിഫിക്കറ്റ്, അതുപോലെ വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുക്കണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നത് ശരിക്കും ജനാധിപത്യത്തിൻ്റെ നീതി നിഷേധം തന്നെയാണ്. അതുപോലെ ഞാൻ ധ്രുവറാട്ടിയുടെ ഒരു വീഡിയോ കാണാനിടയുണ്ടായി. അതിൽ ചില കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ധ്രുവറാട്ടി എന്ന ഒരു വ്യക്തി സംഘികളെ സംബന്ധിച്ചിട്ട് അദ്ദേഹം പറയുന്നത് ബേസ്ലെസ് കള്ളം ആണ് എന്ന് പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ വീഡിയോ അദ്ദേഹം തെളിവ് സഹിതമാണ് ചില കാര്യങ്ങൾ പറയുന്നത്. നമ്മൾക്കത് വിശ്വാസമാകുന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. അതിനെ സംബന്ധിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. അദ്ദേഹം പറഞ്ഞ രീതിയിൽ ഒരു അവാർഡ് വിന്നിങ് ഡോക്യുമെൻ്ററി എടുത്ത ഒരു സ്ത്രീ, സീമന്തിനി ഗുരു എന്ന ഒരു സ്ത്രീയാണ്. അവർ പോളിംഗ് ബൂത്തിലെത്തി. അവിടെ പോളിംഗ് ബൂത്തിലെത്തിയപ്പോൾ വോട്ടർ ലിസ്റ്റിൽ അവരുടെ പേരില്ല എന്ന് അവിടുത്തെ ബൂത്ത് ലെവൽ ഓഫീസർ പറഞ്ഞു. അതിൻ്റെ പശ്ചാത്തലത്തിൽ അവർ അന്വേഷിച്ച് പോയപ്പോൾ കണ്ടത് വളരെ രസകരമായൊരു കാര്യമാണ്. അവർ ജീവിച്ചിരിപ്പില്ല എന്ന് ഉള്ളത്. അവർ ജീവിച്ചിരിപ്പില്ല എന്ന് പറഞ്ഞത് സ്ഥാപിച്ചെടുത്തൊരു കേവൽ ഷാ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ആ ഒരു ജീവിച്ചിരിപ്പില്ല എന്ന് ഈ കാര്യം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ആ പേര് വെട്ടിക്കളഞ്ഞത്. ഒരു ജീവിച്ചിരിക്കുന്ന വ്യക്തിയെ മരിച്ചതായി ചിത്രീകരിച്ച് വോട്ടർ ലിസ്റ്റിൽ നിന്ന് എടുത്തു മാറ്റി. ഇങ്ങനെ ധാരാളം പേരുകളാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് നടന്നിട്ടുള്ളത് എന്ന് ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ്. അപ്പോൾ
ഇതുപോലുള്ള പുറത്താക്കലുകൾ പലയിടത്തും നമ്മൾ ശ്രദ്ധിക്കപ്പെടുമ്പോൾ ഇതിൻ്റെയൊക്കെ ബെനിഫിഷ്യറി ആരാണെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. പിന്നെ നമ്മളെല്ലാവർക്കും ഇനി തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു, ഇലക്ഷൻ നമ്മൾ വോട്ട് ചെയ്യുമ്പോൾ നമ്മളെല്ലാവരും ചെക്ക് ചെയ്യേണ്ടത് നമ്മുടെ വോട്ടർ ലിസ്റ്റിൽ നമ്മുടെ പേരുണ്ടോ. നമ്മൾ മരണപ്പെട്ടതായിട്ട് ചിലപ്പോൾ ചിത്രീകരിച്ചിരിക്കാം, അത് വേറെ ആരെങ്കിലും ആ ഒരു പേര് കേവല ഷാ എന്നുള്ളൊരു പേരാണ് ആ വ്യക്തി ഈ സീമന്തിനി ദുരു എന്ന വ്യക്തി മരിച്ചതായി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം. പക്ഷെ കേവൽ ഷാ എന്ന ഒരു പേര് ഫേക്ക് ആണെന്നുള്ള കാര്യം അവിടെ നിന്ന് മനസ്സിലാക്കി. ഉത്തർപ്രദേശിലെ ഫറൂഖാബാദിൽ BJP 2678 വോട്ടിനാണ് വിജയിച്ചത്. പക്ഷേ അവിടെ നടന്നത് 3200 വോട്ടർ ലിസ്റ്റിൻ്റെ പേരുകൾ അവിടെ നിന്ന് എടുത്ത് കളഞ്ഞു. അതിലേറ്റവും കൂടുതലും അലിഗഡ് അസംബ്ലിയിൽ നിന്നായിരുന്നു. അവിടെ ആ അസംബ്ലിയിൽ എടുത്തു കളഞ്ഞ പേരുകളുടെ ഭൂരിഭാഗവും ഈ യാദവ് മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് ന്യൂസ് ലൗണ്ടറി എന്ന് പറഞ്ഞ ഒരു ചാനൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തി. അവിടെ നിന്ന് മനസ്സിലായത് BJP MLA സത്യപാൽ സിംഗ് റാത്തോർ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേറ്ററിന് ഒരു കത്ത് നൽകിയിരുന്നു. അതിൽ അദ്ദേഹം 30% വോട്ടിനെതിരെ ആശങ്ക ഉയർത്തി. എന്ന് പറഞ്ഞാൽ 30% എന്ന് പറയുന്നത് ഈ മുസ്ലിം യാദവ് കമ്മ്യൂണിറ്റിക്കുള്ള വോട്ടുകളാണ്. ആ കത്തിൻ്റെ ഫലമായി 2 ആഴ്ചക്കകം 4 ബൂത്തിൽ നിന്ന് 277 വോട്ടർമാരുടെ പേരെടുത്തു കളഞ്ഞു. ഇതിലെ വോട്ടർമാർ യാദവ്, ശാക്യ, ജാദവ്, മുസ്ലിം വോട്ടർമാരായിരുന്നു. ന്യൂസ് ലൗണ്ടറി അവിടുത്തെ വോട്ടർമാരുമായിട്ട് സംസാരിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് അവർക്ക് ഇക്കാര്യങ്ങളൊന്നും അറിയില്ല. അവർക്ക് തങ്ങളുടെ ആശങ്ക പ്രകടിപ്പിക്കാൻ പോലും അവസരം ലഭിച്ചില്ല വോട്ടർമാർക്ക്, ഈ പേര് എടുത്തു കളഞ്ഞ വോട്ടർമാർക്ക്. ചില വോട്ടർമാർക്ക് ഈ എടുത്തു കളയുന്നതിനെ പറ്റി ഇംഗ്ലീഷിലാണ് ലഭിച്ചത്, ആ ഒരു കത്ത് ലഭിച്ചത്. പക്ഷെ അവർക്ക് ഇംഗ്ലീഷ് അറിയാൻ സാധിക്കില്ലായിരുന്നു. അവിടുത്തെ BLAയോട് ഈ ചാനൽ സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് BJP MLAയുടെ പ്രഷർ കൊണ്ടാണ് അവരെ പുറത്താക്കിയത് എന്നാണ്. ബൂത്ത് നമ്പർ 208 ശിഖ യാദവ് പറഞ്ഞത് ഇങ്ങനെയാണ്: അവർക്ക് ധാരാളം പ്രഷർ ഉണ്ടായിരുന്നു, അതുകൊണ്ട് വോട്ടർ ലിസ്റ്റിലെ പേരുകൾ എടുത്തു കളയേണ്ടതായി പറഞ്ഞത്. അവർ പറഞ്ഞത് പ്രകാരം MLAയുടെ കത്തിന് ശേഷം ജില്ലാതല അധികാരികൾ രാത്രി 10 മണിക്ക് ഒരു മീറ്റിംഗ് കൂടി. ഇവർക്ക് ഭീഷണിയുണ്ടായിരുന്നു. MLAയുടെ കത്തിൽ പറഞ്ഞതുപോലെ ചെയ്തില്ലെങ്കിൽ ഇവർക്ക് സാലറി കുറയ്ക്കും എന്നത്. ഇതിൽ യാദൃശ്ചികം എന്തെന്ന് വെച്ചാൽ, ഈ വോട്ടർ ലിസ്റ്റിൽ പേരുകൾ എടുത്തു കളഞ്ഞ ബൂത്തുകളിൽ BJPക്ക് വളരെ കുറച്ച് വോട്ടാണ് ലഭിച്ചത് എന്നാണ്. ഉദാഹരണമായി 2022 ഉത്തർപ്രദേശ് ഇലക്ഷനിൽ ബൂത്ത് 208 സമാജ്വാദി പാർട്ടിക്ക് ലഭിച്ചത് 426 വോട്ടാണ്. BJPക്ക് ലഭിച്ചത് 181 വോട്ടാണ്. അലിഗഞ്ചിൽ ഈ ബൂത്തിൽ 12% പേരുകൾ എടുത്തു കളഞ്ഞു. ബൂത്ത് നമ്പർ 140 9% പേരുകളും എടുത്തു കളഞ്ഞു. ബൂത്ത് നമ്പർ 193 9.5% വോട്ടുകൾ എടുത്തു കളഞ്ഞു. ഇതിൽ കൂടുതലും മുസ്ലിം ദളിത് വോട്ടുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അവരുടെ ടാർഗറ്റ് ആരാണ് എന്നുള്ളത്. ആ ഒരു വോട്ടുകൾ എടുത്തു കളഞ്ഞാൽ അവർക്ക് വിജയിക്കാൻ ആകും എന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ വന്നു ചേർന്നത്. പിന്നെ ഇവരുടെ പേരുകൾ എടുത്തു കളഞ്ഞു എന്ന് പറഞ്ഞല്ലോ. അപ്പം ആ പേരുകൾ എടുത്തു കളഞ്ഞത് അവർ മരിച്ചു പോയെന്ന് പറഞ്ഞാണ്. പക്ഷേ അവരെല്ലാം ജീവിച്ചിരിക്കുന്നവരായിരുന്നു എന്നത്
ചാനലിൻ്റെ ഇൻവെസ്റ്റിഗേഷനിൽ മനസ്സിലാവുകയും ചെയ്തു. പിന്നെ അതിൽ 40 വോട്ടേഴ്സിൻ്റെ പേരുകൾ അവർ അഡ്രസ്സ് മാറിയതിൻ്റെ പേരിൽ എടുത്തു കളയുകയും ചെയ്തിരുന്നു. പക്ഷേ അവർ താമസിക്കുന്ന അതേ അഡ്രസ്സിൽ തന്നെയാണ്, അവർ പോലും അറിയാതെ. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഇത് ചോദിക്കുക തന്നെ വേണം നമ്മൾക്ക്. നമ്മൾ പല രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിനെപ്പറ്റി അന്വേഷിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വേണ്ടത്. അല്ലാതെ ഇതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടിരുമ്പോൾ രാഹുൽ ഗാന്ധി സത്യവാങ്മൂലം പരാതി നൽകി അന്വേഷിക്കാമെന്ന രീതിയിൽ അതിൽ പരാതികൾ എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധിക്കെതിരെ രാഹുൽ ഗാന്ധി കുറ്റക്കാരനാവുന്ന രീതിയിലാണ് ഇലക്ഷൻ കമ്മീഷൻ ഇടപെടൽ. ഒരു സാധാരണക്കാരന് ആധാറോ ID കാർഡോ ഉപയോഗിച്ച് അവനെ പൗരത്വം തെളിയിപ്പിക്കാൻ നമ്മുടെ ഭാരതത്തിൽ സാധിക്കുന്നില്ലെങ്കിൽ ഇത് വീഴ്ച ആരുടേതാണ്? ഈ വീഴ്ച കേന്ദ്ര സർക്കാരിൻ്റെ വീഴ്ച തന്നെയാണ്. കാരണം ഈ ഒരു ഇന്ത്യൻ പൗരന് വോട്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ രാജ്യത്ത് ആധാർ കാർഡ്, ഇലക്ഷൻ കാർഡാണ് നമുക്കൊരു ആധാരികമായ ഒരു പ്രൂഫ്. പക്ഷെ അത് സാധ്യമല്ല എന്ന് കേന്ദ്ര സർക്കാർ പറയുമ്പോൾ അതിന് ജനങ്ങളുടെ മേൽ ഇതുപോലുള്ള അവകാശ നിഷേധങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത് ഒരു ശരിയല്ല. അത് ചോദ്യം ചെയ്യുക തന്നെയാണ് വേണ്ടത്. കോടതിയിൽ എന്തായാലും ഈ കേസ് പോകും എന്നുള്ള കാര്യം എനിക്ക് തീർച്ചയാണ്. കാരണം അത്രയേറെ വോട്ടേഴ്സ് സ്കാമാണ് ഇവിടെ നടന്നുള്ള കാര്യം ഇതിൻ്റെ പശ്ചാത്തലത്തിൽ വ്യക്തമാവുകയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഗുഡ് ബൈ.